Ciao a tutti, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ടാലി. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വെതറിനെ കുറിച്ചിട്ടാണ്. ഇറ്റലിയിലെ വെതറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ വേർഡുകൾ എങ്ങനെയാണ് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 4 കാലങ്ങൾ പറയാം. ഇറ്റലിയിലത്തെ 4 കാലങ്ങൾ. അത് മാർച്ച് 21 തുടങ്ങുക. പ്രീമാവേര എന്ന് പറഞ്ഞാൽ സ്പ്രിങ്, വസന്തകാലം എന്ന് പറയില്ലേ നാട്ടിലൊക്കെ മലയാളത്തിൽ, അതാണ് പ്രീമാവേര. അത് മാർച്ച് 21 തുടങ്ങി 3 മാസം. അത് മാർച്ച് 21 തുടങ്ങി ഏപ്രിൽ 21, മെയ് 21, ജൂൺ 21 നമ്മുടെ എന്ത് തുടങ്ങും? എസ്താത്തെ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, സമ്മർ. മനസ്സിലായ? അപ്പോൾ ജൂൺ 21, ജൂലൈ 21, ഓഗസ്റ്റ് 21, സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 തുടങ്ങുന്നതാണ് ഔട്ടൂന്നോ, ഓട്ടം. അതെന്താണ്? ശരത്കാലം മലയാളത്തിൽ കേട്ടോ. അപ്പോൾ ഓട്ടം. അപ്പോൾ മൂന്നാമത്തതാണ് ശരത്കാലം. അത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 21, സെപ്റ്റംബർ 21 വരെയാണല്ലോ. സെപ്റ്റംബർ 21, ഒക്ടോബർ 21, നവംബർ 21, ഡിസംബർ 21 വരെയാണ് ശരത്കാലം, അതായത് ഔട്ടൂന്നോ. ഇനി 4മത്തതാണ് ഇൻവേർണോ. എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് കാലം. ഇൻവേർണോ, വിൻ്റർ, തണുപ്പ് കാലം. അതെന്നാ തുടങ്ങുക? ഡിസംബർ 21, ജനുവരി 21, ഫെബ്രുവരി 21, മാർച്ച് 21. മനസ്സിലായ? അപ്പോൾ പ്രീമാവേര അത് മാർച്ച് 21 തുടങ്ങുന്നു. അങ്ങനെ 3 മാസം ഉണ്ടാ പ്രീമാവേര. പിന്നത്തെ കാലമാണ് ഔട്ടൂന്നോ അല്ലല്ലോ, എസ്താത്തെ, പിന്നെ ഔട്ടൂന്നോ, പിന്നെ ഇൻവേർണോ എന്ന് പറഞ്ഞാൽ വിൻ്റർ കാലം, തണുപ്പ് കാലം. ഈ 4 കാലമാണ് ഇറ്റലിയിൽ പ്രധാനമായിട്ടുള്ളത്. ഈ മാസങ്ങളാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി ചൂട്, അതിനെന്താ പറയുക നമ്മൾ? ഇൽ കാൽദോ. എന്ന് പറയുന്നത് ആർട്ടിക്കോളി കേട്ടാ, കാൽദോ. ഇനി തണുപ്പ്, ഫ്രെദ്ദോ. അപ്പോൾ അതിന് ആർട്ടിക്കിൾ ഏതാ വയ്ക്കുക? ഇൽ ഫ്രെദ്ദോ, ഓയല്ലേ, അപ്പോൾ ഇൽ ഫ്രെദ്ദോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. പിന്നെ മഴ പെയ്യുക, അതെങ്ങനെ പറയാ? പ്യോവരെ, മഴ പെയ്യുക. മഴ, പ്യോച്ച, മഴ, പ്യോച്ച. നെവിക്കാരെ, മഞ്ഞ് പെയ്യുക. നേവെ, മഞ്ഞ്. മനസ്സിലായ? ഇനി എന്നിട്ട് പറയാ? ടെമ്പെസ്ത, കൊടുങ്കാറ്റ്. ടെമ്പൊറാലെ, അതെന്താ? ഇടിമിന്നലോട് കൂടിയുള്ള മഴ. ടെമ്പൊറാലെ, ഇടിമിന്നലും മഴയും കാറ്റും ഒക്കെ കൂടി വരുമ്പോൾ ടെമ്പൊറാലെ എന്ന് പറയും. ഇനി മിന്നൽ, ഇൽ ലാംബോ. ഇനി കുറേ മിന്നലുണ്ടാവില്ല, അപ്പോൾ ഈ ലാംബി. ഇനി മിന്നൽ, ഇടിവെട്ട്, ഇൽ തോണോ, PUO, ത്വോണോ, ഇൽ ത്വോണോ, ഈ ത്വോണി, ഇടിവെട്ട് കേട്ടാ. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ അമ്മമാർ ചിലപ്പോൾ പറയും നല്ല മിന്നലാ. അപ്പോൾ നമുക്ക് അറിയില്ല വാക്കുകൾ. അപ്പോൾ കൂടി സംസാരിക്കാനൊക്കെ ഈ വാക്കുകൾക്ക് നല്ലതാണ്. പിന്നെ എന്നതാ ഞാൻ ഗ്രാന്തിനെ, ഐസ് മഴ പെയ്യാന്ന് പറയില്ലേ, ഗ്രാന്തിനെ. ജേലോ, നല്ല തണുപ്പാന്ന് പറയില്ലേ, ജേലിതോന്ന് പറയില്ല, അത് ജേലോ. പിന്നെ എന്നതാ പറയാനുള്ളത്? ഊമിതോ, ഒരു ജാതി തണുപ്പ് പോലെ വീടിൻ്റെ അകത്തുള്ള ഊമിതോ എന്ന് പറയും. ഊമിതോ ഒരു പൊട്ടയത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതല്ല. ഉമിഡിറ്റി എന്ന് പറയില്ലേ, അതന്നെ ഊമിതോ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്നതാ? മിന്നൽ, അത് കഴിഞ്ഞു. പിന്നെ ഇത്രയും കാര്യങ്ങളുള്ളൂ. ക്ലീമ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്യോച്ച. പറഞ്ഞു ഞാൻ, പ്യോവരെ, മഴ പെയ്യുക. നെവിക്കാരെ, മഞ്ഞ് പെയ്യുക. ഇൽ കാൽദോ, ഇൽ ഫ്രെദ്ദോ. ഇതൊക്കെ ജനറലായിട്ടുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊക്കെ മതി, നമുക്ക് ഇത്രയ്ക്ക് മതി. ഇനി ബാക്കി ക്രമേണ നിങ്ങൾ പഠിച്ചോളും. ഓക്കെ. പിന്നെ വേറെ 4 കാലങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? പ്രീമാവേര കഴിഞ്ഞാൽ എസ്താത്തയാണ് പിന്നെ വരുന്നത്. എസ്താത്തെ, പിന്നെ ഔട്ടൂന്നോ, പിന്നെ ഇൻവേർണോ,
ഓക്കെ. അപ്പോൾ 4 കാലങ്ങൾ: മഴ, മഞ്ഞ്, കാറ്റ്. കാറ്റിനെ പറഞ്ഞാൽ വെന്തോ ഇൽ വെന്തോ കാറ്റ്. കൊടുങ്കാറ്റിന് ടെമ്പെസ്ത. മഴയ്ക്ക് പ്യോച്ച, മഴ പെയ്യുക പ്യോവരെ. പിന്നെ ഇടിവെട്ടും മഴയൊക്കെ ടെമ്പൊറാലെ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടും മഴയും കൊട്ടും പൊട്ടൊക്കെ ആയിട്ടാണ് നടക്കുക, ടെമ്പൊറാലെ. അതുപോലെ പിന്നെ പറയുന്നതാണ് കാലത്ത് താപനില വേണമെങ്കിൽ നമുക്ക് പറയാം ടെമ്പറത്തൂറ. ഇന്നത്തെ താപനില എത്രയാ? 18 ഗ്രാദി എന്ന് പറയും, അല്ലെങ്കിൽ 20 ഗ്രാദി, അല്ലെങ്കിൽ 40 ഗ്രാദി. 40 ഗ്രാദി എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ. അത് പിന്നെ പറയും ക്ലീമോ പറഞ്ഞില്ലേ, ഞാൻ ജയലോ പറഞ്ഞു, പിന്നെ എല്ലാം പറഞ്ഞു. ഫ്രെസ്കോ, നല്ല ഫ്രെസ്കോ പറഞ്ഞാൽ നല്ല ഇങ്ങനെ നല്ലൊരു കൂളാന്ന് പറയില്ലേ, കൂളായിട്ടിരിക്കാന്ന് പറയില്ലേ, അതാണ് ഫ്രെസ്കോ. പിന്നെ എന്നതാ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ മേഘത്തിന് മേഘം നൂവോള മേഘാവൃതമായിട്ട് ഇങ്ങനെ നൂവോള എന്ന് പറയുക, നെബിയായിട്ടിരിക്കാന്ന് പറയില്ലേ ഇങ്ങനെ മേഘം, അതിനെ നൂവോളോസ. മേഘം ആകെ നൂവോളോസയായിട്ട് ഇങ്ങനെ മഴക്കാറ് പോലെ നിൽക്കാന്ന് പറയില്ലേ, അതിൻ്റെ നൂവോളോസ. ഓക്കെ. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ. ഇതും കാണണം, ഇതൊക്കെ 2-3 പ്രാവശ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും വേർഡുകൾ. ഓക്കെ. ചൗ തൂത്തി. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.